പുറത്തങ്ങനെ മഴ തകർത്ത് പെയ്യുമ്പോൾ അത് അകത്തിരുന്ന് കരയുന്ന ഒരു മാക്രിക്കുട്ടൻ ഉണ്ടാക്കിയാലോ, അതിനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ഒരു കിട്ടിയ കറുത്ത ക്ലേ ഉപയോഗിച്ചിട്ട് അവളൊരു തവളക്കുട്ടനെയും അതുപോലെ ഒരു ഇലയും സെറ്റപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അപ്പോൾ ഇത് ആദ്യത്തെ ട്രൈ ഒന്നല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഞാൻ ആകെ സന്തോഷവും അത് പിന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നിയിട്ട്, കാരണം ആദ്യമായിട്ടായിരുന്നു ഇതുപോലെ ക്ലേ കൊണ്ട് അവളൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നതും അത് ഒത്തിരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടോ. അങ്ങനെ നമ്മൾ അമ്മമാർ അങ്ങനെയല്ലേ, ആദ്യമായിട്ട് കുട്ടികളെ എന്തെങ്കിലും നമ്മൾ കാണാത്തവരെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അവരുടെ ആ ഒരു ട്രൈ നമുക്ക് നല്ല ഇഷ്ടമായിരിക്കില്ല. അത് എത്ര കുറച്ച് മോശമായാലും നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടല്ലേ. അങ്ങനെ ഇത് 1, 2, 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ വീണ്ടും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുന്നതാണ്. അപ്പോൾ അത് ഒത്തിരി നന്നായിട്ടുണ്ടായിരുന്നു. തലയും അതുപോലെ ശരീരത്തിൻ്റെ പോർഷനൊക്കെ നല്ല പ്രപ്പോർഷനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇലയുടെ മുകളിലിരിക്കുന്ന ഒരു തവളക്കുട്ടൻ കളർ അത്ര സ്യൂട്ടബിളായിട്ട് കിട്ടിയില്ലെങ്കിലും അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ കറുത്ത കൈ ഉപയോഗിച്ചിട്ട് അത് നല്ല ഗംഭീരമായിട്ട് ഉണ്ടാക്കിയതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി വരട്ടെ, നല്ല കളർ കിട്ടി കഴിഞ്ഞാൽ അതുകൊണ്ട് ഇതിനും ഗംഭീരമായിട്ട് നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഈ വെക്കേഷനിൽ ഇതും കൂടി പരിശ്രമത്തിൽ അങ്ങനെ ഏതാണ്ട് വിജയം കണ്ട പോലെയാണ്. അപ്പോൾ ഞാനും ധാന്യത്തെ കൂട്ടി നോക്കിയിരിക്കുകയാണ്. ചേച്ചീനെ സഹായിക്കാനൊന്നും മറ്റുള്ളത് അവൾ പിന്നിൽ തൂങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു ഹാർട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.